Cinema presented by Chunga Jewelry, co-branded by Sera and Shakuntala Herbal Hair Tone-ന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. ആദ്യമായിട്ടാണ് നമുക്കൊന്ന് കാണാൻ കിട്ടുന്നത്. ദിനിജ അവിടെ തൊട്ടടുത്ത് പോ, ഒരു ഉമ്മ വെച്ചോ. അംബിക മാമിന് വേണോ ഒരു പീസ്? ഒരു ചെറിയ അല്ലേ? ശരിയാണ്, ആക്ച്വലി നല്ല വൈറ്റമിൻ സി റിച്ച് ആണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് ചാർത്തും. എന്നെയല്ല കേട്ടോ, കുട്ടികളെ രണ്ടേ ആയിട്ടുള്ളൂ. ദിനിജ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ദിനിജ, your husband loves you. മറുനാടൻ മണ്ണിലൊരച്ഛൻ, ഈ മലയാള മണ്ണിലൊരമ്മ. സോ കപ്പിൾ റൗണ്ടിന് വേണ്ടി നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദിനിജ. സോ ദിനിജ, നമ്മള് സുനിലിനെ വിളിക്കാൻ പോവാണ്. ഇതിനു മുമ്പ് നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ആളാണ്. ഒരു പിടികിട്ട പുള്ളി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാലിരിക്കുന്ന പറയുമ്പോ അതെ, പാവാണ്. പക്ഷെ അവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്. അതെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഹോപ്പ്ഫുള്ളി ഇന്ന് അദ്ദേഹത്തെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കിട്ടും, അതെ, ഇന്ന് കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സുനിൽ, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഓ, ആദ്യമായിട്ടാണ് നമുക്കൊന്ന് കാണാൻ കിട്ടുന്നത്. എന്താ ചെയ്യാ, റിമോട്ട് ഏരിയ വിട്ടുപോയി. കുറച്ച് റിമോട്ട് ഏരിയയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പം നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. നെറ്റ്വർക്കിന് നല്ല പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. അറിയാലോ, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഡെയിലി കാണാറുണ്ട്, യൂട്യൂബിലാണ് മാത്രം. ആണോ? ഒരിക്കലും ഈ ഫ്ലോറിലേക്കൊന്നും വരാറുന്നില്ലേ? വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരിക്കും അല്ലേ? അല്ല, 2 മാസം കഴിഞ്ഞെങ്കിൽ ലീവായി. അപ്പൊ അന്ന് വരാന്ന് വെച്ചു. ഓ, വെരി ഗുഡ്. നമുക്ക് നേരിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ ചെറിയൊരു ഗെയിമും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ സ്കൈപ്പിൽ കൂടെ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുക കേട്ടോ. സോ ദിനിജയോടും സുനിലിനോടും ഒന്ന് മത്സരിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മനോജ് ആൻഡ് സൂസൻ. ഇന്നത്തെ റൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ഭാര്യ മാത്രമാണ് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത്. ഭർത്താവ് ഇതാ അവിടെ ഒമാനിൽ നിന്ന് സ്കൈപ്പിലാണ് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരുന്നുണ്ടാവും. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസിന് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭാര്യ ഓർക്കുമ്പോൾ നിങ്ങൾ പാടാൻ സാധ്യതയുള്ളൊരു പാട്ട് ഈ പറയുന്നതിൽ ഏതാണ്? ഭാര്യ ഓർക്കുമ്പോൾ പാടാൻ സാധ്യതയുള്ളൊരു പാട്ട്. ഞാൻ ഓപ്ഷൻ തരും, ഈ ഒരു പാട്ടേ പറയാൻ പാടുള്ളൂ. ഓപ്ഷൻ 1 കരളേ കരളിന്റെ കരളെ. ഓപ്ഷൻ 2 അക്കരയാണെന്റെ മാനസം. ഓപ്ഷൻ 3 എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓപ്ഷൻ 4 രാക്ഷസി. ഞാൻ നിങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടിയ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സുനിലെ, ഇതിൽ ഏത് പാട്ടായിരിക്കും താങ്കൾ പാടാൻ സാധ്യതയുള്ളത്? അക്കരയാണെന്റെ മാനസം അല്ലേ? സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി ഇട്ട ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. അക്കരയാണെന്റെ രാക്ഷസി എന്തായാലും പറയില്ല. ഓക്കെ, ദിനിജയുടെ ആൻസർ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഈ ഭാര്യ ഓർക്കുമ്പോ ഭർത്താവ് പാടുന്ന പാട്ടല്ലേ നമ്മള്? ഭാര്യ തെറ്റിച്ചു. ഭാര്യ പറയാ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത് ഈ സ്കൈപ്പിൽ കിട്ടാത്തോണ്ടാന്ന് എനിക്ക് തോന്നണം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. സുനില് പാട്ട് പാടുവോ? മോൾക്ക് വേണ്ടിട്ട് പാടാറുണ്ട്. എന്നാ അക്കരയാണെന്റെ മാനസം 2 വരി അറിയുന്നത് പാടിക്കോട്ടാ. കണ്ടീഷൻ പാടില്ല. എന്തെങ്കിലും ഒരു പാട്ട് പാടട്ടെ. എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കോളൂ.
അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മതിയോ? അത് കിടുക്കി, തകർത്തു. അത് കൊള്ളായിരുന്നു. ആ പാട്ടൊന്നും നമ്മള് സ്വപ്നത്തിൽ പോലും എക്സ്പെക്ട് ചെയ്തില്ലേ. നന്നായി. അപ്പൊ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? ഇനിയിപ്പോ ഇവരുടെ അവസ്ഥ എന്താന്ന് നോക്കട്ടെ. ഏത് പാട്ടാ? മിക്കവാറും സാധ്യത കളറേ കളറിന്റെ സോറി കരളേ കരളേ എന്നുള്ള പാട്ട് ഏത് കളറ്? കരളേ കരളേ. അല്ല നിങ്ങൾ ഒരുമിച്ച് എത്ര നാളുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്? ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് 90 ദിവസം കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ അതൊരു വല്ലാത്ത ഹണിമൂൺ പോലെ തന്നെയായിരുന്നു. ഒരു അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഗൾഫ് 2 മാസത്തിന് ലീവ് വരും. പിന്നെ ഇവിടെ 4 മാസം 6 മാസം അത്രേ ഉള്ളൂ. ഒരു വർഷം തികച്ച ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. കല്യാണം ഇല്ല. കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 3 വർഷോ? 4 വർഷം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതുവരെ ടോട്ടൽ ഒരു 365 ദിവസം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല. ഓക്കെ, നമുക്ക് അതിൽ വിഷമമുണ്ട്. അതിപ്പോ എല്ലാ പ്രവാസികളോടും നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടാറുള്ളതാണ്. എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം പെട്ടെന്ന്? അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഫാമിലിനൊപ്പം കൊണ്ടുവരുന്നുണ്ട്. അതെ, എവിടെയാണെങ്കിലും ഫാമിലി ഒപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ? അതെ. അവിടെയാണെങ്കിൽ അവിടെ, ഇവിടെ ആണെങ്കിലും അതെ. ദിനിജേ എന്ത് പറയണു? Dinija can't stop smiling. ദിനിജയ്ക്ക് സുനിൽ കഴിഞ്ഞ പ്രാവശ്യമില്ലേ നമ്മള് സ്കൈപ്പില് ആ. സുനിൽ വരുത്തില്ല എന്ന് പറഞ്ഞപ്പോല് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമവും ചെറിയൊരു ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാ സുനിൽ വന്നില്ല? അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ കുഴപ്പമുണ്ടെന്ന്. ബട്ട് ഇന്ന് ഇല്ല madam. ഇല്ല ഒരു കുഴപ്പമില്ലാന്ന് ഇന്ന് മനസ്സിലായി എന്തായാലും. ബിക്കോസ് നിങ്ങൾ തമ്മിൽ ഈ ഒരു there's something happening here, yeah? Chemistry. There's a chemistry, there's everything happening. And look at Dinija. ഇങ്ങോട്ട് നോക്ക്. അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ദിനിജയ്ക്ക് screen ൽ കണ്ണെടുക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് നോക്കി ചിരിക്കുമ്പോൾ സുനിൽ ചിരിക്കുന്നുണ്ട്. അല്ല This മാം, is ചെറിയ സ്ക്രീനിലല്ലേ എന്നും കാണുന്നത്. ഇതിപ്പോ വലിയ വലിയ സ്ക്രീനിലല്ലേ? സ്ക്രീൻ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി ഒട്ടി പിടിച്ച് നിൽക്കണം എന്നല്ലേ. ബട്ട് യാ, അപ്പൊ സുനിലിനെ ഇപ്പൊ ഞങ്ങൾ എല്ലാരും മാപ്പ് തന്നിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം വരാത്തോണ്ട്. Thank you. സുനലിന്റെ കണ്ണില് വെള്ളമുണ്ട് കേട്ടോ. സുനലിനൊരു ദുഃഖമുണ്ട് മുഖത്തില്. ദിനിജ അവിടെ തൊട്ടടുത്ത് പോ. എവിടെ പോ? ഒരു ഉമ്മ വെച്ചോ. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഡെനിച്ച് അന്ന് ഈ ഫ്ലോറിൽ നിന്ന് കരഞ്ഞു. എനിക്ക് തോന്നുന്നു ഡെനിച്ച് ഈ ഫ്ലോറിൽ വെച്ച് 2 പ്രാവശ്യമാണ് കരഞ്ഞിട്ടുള്ളത്. ഒന്ന് ആദ്യം നമ്മള് മലയാളി വിട്ടമ്മ തുടങ്ങുന്ന ഒരു സമയത്ത് അത് നല്ലൊരു ഇമോഷണൽ ഇൻസിഡന്റ് പറഞ്ഞിട്ട് അന്ന് കരഞ്ഞതാണ്. മകളുടെ ഡെലിവറിയുടെ സമയത്ത് അദ്ദേഹം കെയർ ചെയ്ത കാര്യം പറഞ്ഞിട്ട് അന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കരയിച്ച് കളഞ്ഞു കേട്ടോ ഞങ്ങളെ കൂടെ. ദൂരെ നിന്ന് ആ ഒരു കെട്ടിപ്പിടിക്കുന്ന സീൻ വളരെ ഇമോഷണൽ ആയിരുന്നു അല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ ഈ അകലെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇന്റിമസി പലപ്പോഴും ഫീൽ ചെയ്യുക. വല്ലപ്പോഴും എങ്കിലും ഒന്ന് മിസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കണം. അങ്ങനെ ആണെങ്കിലേ അതിന്റെ ഒരു റിയൽ ലവിന്റെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുള്ളൂ. ദിനിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് സുനിലിനെ മിസ് ചെയ്തൊരു ഇൻസിഡന്റ് പറയാം. എപ്പോഴും മിസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ വീട്ടമ്മമാരും ഫ്ലോറിൽ ഭർത്താവായിട്ട് അയ്യോ, ഇവിടെ വരുമ്പം പറയാനില്ല. പിന്നെ ട്രാവൽ ചെയ്യുമ്പോ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട, സുഖം. എന്തായാലും സങ്കടമുണ്ട്. ഇങ്ങനത്തെ ഉള്ള എല്ലാവരും ഒരുപാട് ആൾക്കാരല്ലേ കഷ്ടപ്പെടുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഫാമിലിക്ക് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി, ഒരുപാട് ഫാമിലീസിന് വേണ്ടി. നമ്മളവർ കാണുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നതേ ഉള്ളു. എനിക്ക് ഏട്ടൻ്റെ സിറ്റുവേഷൻ നന്നായി മനസ്സിലായി. എൻ്റെ അച്ഛനും ഇതുപോലെ കുവൈറ്റിലായിരുന്നു 18 വർഷം. അപ്പം നമുക്കത് അമ്മയൊക്കെ പറയുന്നത് നമുക്ക് ഇല്ലാണ്ടാവുമ്പോ അടുത്തില്ല. ചില ഇതിൽ വരുമ്പം അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് കൊണ്ടുപോയിരുന്നു, അങ്ങനെയൊക്കെ തോന്നലുണ്ട്. അപ്പൊ ഞാൻ കഴിയുന്നത് മോളെ അവൾക്ക് അങ്ങനത്തെ ഇത് തോന്നിക്കാറില്ല. എപ്പോഴും എന്റെ കൂടെ തന്നെ കൂട്ടും, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ് നമ്മള്. ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾ നേരിട്ട് അങ്ങ് ആൻസർ എഴുതണം. കല്യാണത്തിന് മുൻപ് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് ഭാര്യയെ കുറിച്ച് ഭർത്താവിന് ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് മാത്രമാവണമെന്നില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ? വൈഫ് ഒത്തിരി ഓവർ സ്മാർട്ട് ആണെന്നൊരു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്.
കൊഞ്ചം കൊഞ്ചം. ഓവറാണോ എന്നൊരു സംശയം. പിന്നെ എപ്പോഴതല്ലെന്ന് മനസ്സിലായേ? അത് കല്യാണം കഴിഞ്ഞ് മനസ്സിലായി. നല്ല സുന്ദരി ആയിരിക്കുമെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണോ? അതാണോ ഉദ്ദേശിച്ചേ? നല്ല സുന്ദരിയാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നേരത്തെ നല്ലോണം കണ്ടില്ലായിരുന്നോ? ഇപ്പൊ ധാരണ ഇല്ല, ആദ്യമായിട്ട് കണ്ടു. ആദ്യമായിട്ട് പെണ്ണ് കണ്ട ആളാണ്. പക്ഷെ ഉത്തരം തെറ്റി പോയിട്ടുണ്ട് കേട്ടോ. അയ്യോ. ഫോർ യുവർ ഇൻഫർമേഷൻ. കഷ്ടപ്പെട്ട് പറഞ്ഞ ഉത്തരവായിരുന്നു. വളരെ കഷ്ടപ്പെട്ടെങ്കിലും ഭാര്യ എഴുതിയത് അതല്ല. അപ്പൊ നമുക്ക് സുനിലിനോട് ചോദിക്കാം. സുനിലിന് ഡിനിജയെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിരുന്നോ? ഫാഷനബിൾ ആയിരിക്കും പേടിയുണ്ടായിരുന്നു. ഫാഷനബിൾ ആയിരിക്കുന്ന പേടി ഉണ്ടായിരുന്നു. അതെ, ഈ ഒരു എന്താണ് കോഴ്സ് ഒക്കെ പഠിച്ചത് കൊണ്ടാണല്ലേ? ടെക്സ്റ്റൈൽ കോഴ്സ് ഒക്കെ പഠിച്ചത് കൊണ്ടും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നു. അല്ല, അതിലെന്തിനാ പേടിക്കണേ? പേടിക്കണമെന്നല്ല, ഒരു ഒട്ടും ഫാഷനല്ലാന്ന് പിന്നെ മനസ്സിലായത്. നാടനാണെന്ന് മനസ്സിലായി. ഒട്ടും ഫാഷൻ ഫാഷൻ പഠിക്കാൻ പോയപ്പോ ഫാഷൻ പഠിക്കാൻ അത് വരയ്ക്കും ഉണ്ടായിരുന്നു. ഫാഷൻ പഠിക്കാൻ പോയപ്പോ അതോട് പൂതി മതിയായി. അതോടുകൂടി മതിയായി. പക്ഷെ ഡിനിജ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതെന്താ അറിയോ, അധികം ടൈം ഉണ്ടായിരുന്നില്ല. കല്യാണം പെണ്ണ് കാണാൻ തെറ്റിദ്ധരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പെണ്ണ് കാണാൻ വന്നു. പിറ്റത്തെ ആഴ്ച എൻഗേജ്മെന്റ്, അതിന്റെ പിറ്റത്തെ ആഴ്ച ഒരു 10 ദിവസം ഗ്യാപ്പിലായിരുന്നു കല്യാണം. അപ്പൊ രണ്ടുപേർക്കും വീണ്ടും പണിഷ്മെന്റ് കിട്ടാണ്. അവിടെ നാരങ്ങ ഉണ്ടോ? നാരങ്ങ ഉണ്ട്, ഫ്രിഡ്ജിന്റെ ഉള്ളിലുണ്ട്. ആണോ? എന്നാ ഒരു നാരങ്ങ എടുക്കും അവിടുന്ന്. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ 4 പേരും ഓരോ ചെറുനാരങ്ങ കഴിക്കണം. 4 പേരോ? ഒരു ചെറുനാരങ്ങ കഴിക്കണം. മരുന്നടിച്ചിട്ടുണ്ടാവും അതില്. മരുന്നടിച്ചിട്ടുണ്ടാവും. ഈ മരുന്നൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. ചെറുനാരങ്ങയിലൊക്കെ മരുന്ന് അടിക്കേണ്ട ആവശ്യമുണ്ടോ? പെട്ടെന്ന് പഠിക്കാനൊക്കെ ആയിട്ടായിരിക്കും. എന്ത് ചെയ്യണം? നാരങ്ങ കഴിക്കണം. അപ്പാ അങ്ങനെ ഡിനിജയ്ക്ക് വേണ്ടി സുനിൽ അത് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഓൾസോ ഡു. എനിക്ക് പിന്നെ അങ്ങനെ ആർക്കും വേണ്ടി ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇത് കൈ പിടിച്ചിട്ടുള്ളൂ. ശരിയാണ്, ആക്ച്വലി നല്ല വൈറ്റമിൻ സി റിച്ച് ആണ് നാരങ്ങ. വലിയ ചവച്ച ടേസ്റ്റ് ഒന്നും നോക്കട്ടാ. കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ശുദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ട് സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊതി വരുന്നുണ്ട് ഒരു ചെറിയ അല്ലേ? അംബിക മാമിന് വേണോ ഒരു പീസ്? കഴിഞ്ഞോ? നിങ്ങളപ്പോ തൊലി കഴിക്കുന്നില്ലേ? കംപ്ലീറ്റ് കഴിക്കണം. കക്ഷിയെല്ലാം ചവച്ചിട്ട് കയ്യെ പിടിച്ചിരിക്കുക. നീരാണോ കഴിക്കുന്നത്? അല്ല, ഫുള്ള് കഴിഞ്ഞു. വെരി ഗുഡ്, ഗുഡ് ജോബ് സുനിൽ. സുനിൽ മാത്രമാണ് കേട്ടോ ടാസ്ക് അസലായിട്ട് ചെയ്തത്. സുനിലിന് ഒരു നല്ല കയ്യടി. വെൽ ഡൺ ബോയ്, വെൽ ഡൺ. സോ ഈ ഒരു ടാസ്കില് വിൻ ചെയ്തത് നമ്മുടെ ഡിനിജയും സുനിലുമാണ്. സുനിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാണ്ട് ആ നാരങ്ങ കഴിച്ചു ഫിനിഷ് ചെയ്തു. ഗുഡ് ജോബ്. നിങ്ങൾ പിന്നെ നമ്മുടെ മത്സരാർത്ഥികളല്ലാത്തത് കൊണ്ടും ഗസ്റ്റ് ആയതുകൊണ്ടും ഒരു പരിധി കൂടുതൽ നിങ്ങൾ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം വെറുതെ വിടും കേട്ടോ. താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ഭാര്യയുടെ ഏത് സ്വഭാവമാണ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? സുനിലേ, അങ്ങനെ അപ്പൊ എന്ത് കാര്യ ഇതില് പെട്ടുപോയി. പറയൂ, എന്ത് കാര്യ ഒന്നുകൂടെ ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്? എക്സ്പെൻസ്, കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സ്പെൻസ് പെട്ടെന്ന് ഇങ്ങോട്ട് കേറും. ഒന്നും വേറൊന്നും കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. കറക്റ്റ് ആയിട്ട് കിട്ടണില്ല. കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ചെലവിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ വേണം എന്നുള്ള കാര്യം അങ്ങനെയാണോ? അതുമില്ല. എന്നാലും ഇങ്ങനെ ആയാൽ ശരിയാവില്ല. അങ്ങനെ പറയുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ല എന്റെ ഒരു ഓർമ്മ. ആണോ? അതെല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു പറയേണ്ട വന്നിട്ടില്ലാത്ത പോലെ. പക്ഷെ സുനിൽ പറഞ്ഞ അതാണ്, ഡിനിജ പെർഫെക്റ്റ് ആണെന്നാണ് സുനിലിന് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിനിജ എഴുതിയിരിക്കുന്ന ആൻസർ എന്താന്ന് നമുക്ക് നോക്കാം. ഡിനിജ പറഞ്ഞിരിക്കുന്നത് ഡിനിജയുടെ ഈ കരയുന്ന സ്വഭാവം, പെട്ടെന്ന് കരയുന്ന സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അങ്ങനെ
പറഞ്ഞിട്ടില്ല, നീ ഇടയ്ക്കൊക്കെ കരയുന്നത് വളരെ നല്ലതാണ് സുനിൽ പറഞ്ഞു. അങ്ങനെയല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നീ എപ്പോ വേണമെങ്കിലും കറങ്ങി. അല്ല, ഫ്ലോറിൽ കരയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് പെട്ടെന്ന് സങ്കടം വരും. അപ്പൊ അത് താനല്ലേ, ഒരു പണിഷ്മെന്റും കൂടി ഇരിക്കട്ടെ. പണി. അപ്പൊ നിങ്ങളിലേക്ക് വരാം. എന്ത് സ്വഭാവമാണ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞത്? ഫാഷനബിളാന്ന് പറഞ്ഞ കുറച്ചൊക്കെ ഫാഷനബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, എപ്പോഴും ഈ കമ്മല്, ആ മോതിരം, ആ ഇതൊക്കെ വാങ്ങിക്കും. ആ എപ്പൊ കണ്ടാലും ഇങ്ങനെ കണ്ടുപോകും. വാങ്ങിക്കുന്നില്ല, അതിന് പറയേണ്ട വാങ്ങി കൂട്ടുന്ന. വാങ്ങിക്കൂട്ടും. കറക്റ്റ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നോക്കി കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു സെറ്റ് കുളിമുറിയിൽ, ഒരു സെറ്റ് മേശപ്പുറത്ത്, ഒന്നപ്പുറത്ത്, ഇപ്പുറത്ത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു പ്രോഗ്രാം വരുമ്പോൾ കാണത്തില്ല, സമയത്ത് കാണത്തില്ല. അപ്പൊ ഞാൻ പറയും, മര്യാദയ്ക്ക് ഈ പരിപാടി നിർത്തിക്കണം. എപ്പോഴും അവിടെ നിന്ന് മേടിച്ചിട്ട് ഇത് കാണിച്ചാൽ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതായിരിക്കുമോ എന്നൊരു സംശയം. മേടിക്കുന്നത് കൊള്ളാം. ഇത് അവിടെ ഇവിടെ കൊണ്ടിട്ട് കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാൻ നേരം പിന്നെ ഇല്ലാന്ന് പറഞ്ഞ് തമ്മിൽ നടക്കരുത്. അല്ല, അത് ശരിയായിട്ടുള്ള കാര്യമാ, സത്യമാ. പക്ഷെ ഞാൻ വേറെ എഴുതിയേ. പണി തരാൻ വേണ്ടി തന്നെ എഴുതി. ഓക്കെ, അപ്പൊ സൂസൻ എഴുതിയത് എന്താ നമുക്ക് നോക്കാം. സൂസൻ എഴുതിയിട്ടുള്ളത് ദേഷ്യം കുറയ്ക്കണം എന്നാണ്. ആണോ? സൂസന് നല്ല ദേഷ്യമുണ്ട് ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴൊക്കെയാ? അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് ചാർത്തും. പിന്നെ അല്ലോട്ടോ കുട്ടികളെ. ഇത് നല്ല രസമുള്ള ഒരു ഗെയിമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഭാര്യമാരാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജംസ് മുട്ടായി ഇല്ലേ, ജംസ് മുട്ടായി, അതിങ്ങനെ വെക്കും. അത് നിങ്ങൾക്ക് കഴിക്കാൻ തരുമെന്ന് വിചാരിക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു സ്ട്രോ വെച്ചിട്ട് അത് വലിച്ചെടുത്ത് അപ്പുറത്തെ ബൗളിൽ ഇടണം. 2 minutes ആണ് ടൈം. ആ വരട്ടെ. അവിടെ 3 ആയി, ഇവിടെ 2 ആയിട്ടുള്ളൂ. പറയുന്ന കേട്ട് ഇൻസ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ആന എന്തോ തടി പിടിക്കാൻ നിൽക്കുന്ന പോലെ. അതെങ്ങനെ നീക്കിയിട, പൊക്കിയെടുക്ക്. ജനിച്ച നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. സുനിലിന് സന്തോഷിക്കാം. ജനിച്ച പണ്ട് ടയറിന്റെ ട്യൂബ് ഊതാൻ പോയിട്ടുണ്ടെന്ന്. ഇതിപ്പോ എണ്ണാനൊന്നും ഇല്ല, ഡിനിച്ചേട്ടൻ തന്നെയാണ് കൂടുതൽ. ഈ ഒരു ടാസ്കിലും ഡിനിജിയും സുനിലും തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. സുനിൽ അത് അറിഞ്ഞിട്ട് കൂടില്ല. സുനിലെ കൈയടിക്കൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ടാസ്കുകൾ കഴിയുകയാണ്. സുനിൽ ആൻഡ് ഡിനിജ, നിങ്ങളെ സ്കൈപ്പിലാണെങ്കിലും ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റിയല്ലോ നിങ്ങളെ രണ്ടുപേരെയും. നിങ്ങളോട് രണ്ടുപേരോട് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റിയല്ലോ, നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമുക്ക് സുനിലിനെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണയായി പോയായിരുന്നു ആദ്യത്തെ ആ ഒരു ഇൻസിഡന്റ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നപ്പോ അല്ലേ? കോള് പോകുന്നില്ല മാം. എന്താ ചെയ്യാ ഇപ്പം? Nothing, no video call, no WhatsApp, no Skype. റെസ്പോൺസ് എന്താ പറയണേ? നമ്മള് ഇവിടുന്ന് 5 ദിവസമായിട്ട് ട്രൈ ചെയ്യുവാണ്. അറിയില്ലേ, ദിനിയുടെ അടുത്ത് വല്ലതും പറഞ്ഞോ സുനിൽ? ഇല്ല മാം. ഇറ്റ്സ് എ ഹ്യൂജ് കോമ്പറ്റീഷൻ. സുനിൽ പറഞ്ഞോ ദിനിജയുടെ അടുത്ത് എനിക്ക് ഇതിൽ വരാൻ താല്പര്യമില്ല, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഡിനിജ അന്ന് ഈ ഫ്ലോറിൽ നിന്ന് ഡിനിജയ്ക്ക് കരയേണ്ടി വന്നു. ഇവൻ ഡിനിജ അത് അന്ന് പറയുകയും ചെയ്തു. പക്ഷെ എന്റെ ചേട്ടൻ ഭയങ്കര പാവമാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഒരു സംശയവും ഇല്ല, എന്റെ ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു കുറവും ഇല്ല അവിടെ. അതൊക്കെ ദിനിജ പറഞ്ഞു. ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഐ നോ മൈ ഹസ്ബൻഡ് ലവ്സ് മീ. ദിനിജ, യുവർ ഹസ്ബൻഡ് ലവ്സ് യു. താങ്ക് യു മാം. സുനിൽ അന്ന് എന്താ സംഭവിച്ചത്? നമ്മൾ ഒരുപാട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ സുനിൽ അവൈലബിൾ ആയിരുന്നില്ല. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. സുനിൽ അന്ന് എന്താ സംഭവിച്ചത്? നമ്മൾ ഒരുപാട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ സുനിൽ അവൈലബിൾ ആയിരുന്നില്ല. നെറ്റ്വർക്ക് എന്റെ ഒട്ടും കിട്ടില്ല. ഒരു ഇടയ്ക്കിന് വേവ് വരുന്ന പോലെയാ. ഇടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കിട്ടില്ല. ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഒട്ടും കിട്ടില്ല.
അപൂർവം ടൈമിൽ മാത്രം കിട്ടുള്ളൂ. പിന്നെ അന്ന് മന്ദന്റെ അല്ലായിരുന്നത്. മന്ദനില് ഞങ്ങക്ക് വർക്കിന് ലീവ് എടുക്കാൻ പറ്റില്ല, ഇന്നത്തെ പോലെ എളുപ്പമല്ലായിരുന്നു. സോ അന്ന് സുനിലിന് എത്താൻ പറ്റിയില്ല. നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സുനിലിന് സ്ക്രീനിൽ വരാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ, ഈവൻ സുനിലിന്റെ ഇഷ്ടത്തോടെ അല്ല ഇനിയിപ്പോ ഡിനിജി ഫ്ലോറിലേക്ക് വന്നതെന്ന് വരെ അന്ന് സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് പലർക്കും. നമുക്കറിയാം, ഇപ്പൊ പ്രേക്ഷകരുടെ പോലും ആണെങ്കിലും മനസ്സിൽ അങ്ങനെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ജഡ്ജസിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡിനിജി അന്ന് ഈ ഫ്ലോറിൽ നിന്നിട്ട് കരയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകര്, എനിക്ക് പേഴ്സണലി പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഡിനിജ പറഞ്ഞിരുന്നു, ഇതിന്റെ അർത്ഥം എന്റെ ചേട്ടൻ എന്നെ ഇഷ്ടമില്ല എന്നല്ല, ഇന്ന് കിട്ടിയില്ല എന്നുള്ളതിന്റെ അർത്ഥം അതല്ല എന്ന് ഡിനിജ പറഞ്ഞത് അവർക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഏട്ടൻ എന്നോട് ഇഷ്ടമില്ലാന്നോ അല്ലെങ്കിൽ ഏട്ടനോട് എനിക്ക് സ്നേഹക്കുറവുണ്ടെന്നോ 100% എനിക്കില്ല. അങ്ങനെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സുനിലിനെ കാണുമ്പോൾ സുനിൽ അങ്ങനേ അല്ല, സുനിൽ വേറൊരു ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്തത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അന്ന് ഡിനിജയ്ക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും ഭർത്താക്കന്മാർ, അന്ന് സ്കൈപ്പ് മാത്രമായിരുന്നു അന്നത്തെ എപ്പിസോഡിൽ. അന്ന് എല്ലാവരുടെയും ഹസ്ബൻഡ്സ് വന്നു. ഡിനിജി ഇവിടെ വന്നിട്ട് ഡിനിജയ്ക്ക് ഇത് കിട്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡിനിജയ്ക്ക് ഭയങ്കര അല്ല, കിട്ടാത്തതിലല്ല വിഷമം, തെറ്റിദ്ധരിക്കപ്പെട്ടതിലല്ല വിഷമം. അങ്ങനത്തെ ഒരാളല്ല. അപ്പൊ എല്ലാരും അങ്ങനെ പറയുമ്പോ അത് ഞാൻ ഇൻസൾട്ടഡ് ആയ എനിക്ക് കുഴപ്പമില്ല. ആവശ്യമില്ലാതെ ആളെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉള്ള ഒരു ഇതാണ്. അല്ലാതെ ഇപ്പം ആളെ എനിക്കറിയാം, ഞാൻ അവിടെ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ നന്നായിട്ട് അറിയാൻ പറ്റും. സുനിലിന് അന്നത്തെ എപ്പിസോഡ് കണ്ട് ഡിനിജ കരയുന്നൊക്കെ കണ്ടപ്പോ സുനിലിന് ഞങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യം വന്നോ? ഇല്ല, അത് സ്വാഭാവികല്ലേ, അതില് ആരും കുറ്റപ്പെടുത്താനില്ലല്ലോ. ആക്ച്വലി ശരിക്കും ഡിനിജയ്ക്ക് അന്ന് സ്കൈപ്പിൽ കിട്ടാത്തത് കൊണ്ട് ഡിനിജയ്ക്ക് മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് മാർക്കിനെ പോലും ചെറുതായിട്ട് എഫക്ട് ചെയ്തു. സോ അന്ന് ലൈവിൽ വരാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ അന്ന് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് തിരുത്തി കുറിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? എന്താണ് അതായത് അന്ന് കൊടുക്കാൻ പറ്റാതിരുന്ന എന്തെങ്കിലും ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടോന്ന്? ഓ തീർച്ചയായിട്ടും. ഇതിൽ ക്ലിയർ ആയിട്ട് ഞാൻ എങ്ങനെ ചോദിക്കല്ലേ? ഒരു മിനിറ്റ് താങ്ക് യു സോ മച്ച്. ആ പിക്ചർ കണ്ടിട്ട് ഡിനിജ മറ്റേ മിസ് വേൾഡിനൊക്കെ ക്രൗൺ ചെയ്ത് നിൽക്കുന്നത് പോലെ ഉണ്ട് അല്ലേ, വാൾപേപ്പർ ആക്കി ഇട്ടിരിക്കുന്നത്. അശ്വതി, ആക്ച്വലി ഇപ്പൊ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം ലാപ്ടോപ്പ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോളേജിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സുനിൽ, ഈ ലാപ്ടോപ്പ് ഒക്കെ എന്ത്, ഇതിലും വലിയൊരു സർപ്രൈസ് സുനിൽ ഇവിടെ ഡിനിജയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഡിനിജ് ഒന്ന് കണ്ണടച്ചോളൂ. ഓക്കെ, ആ സമ്മാനം വരട്ടെ. ഡിനിജ് കണ്ണു തുറന്നോളൂ. അപ്പൊ ഇത് സുനിൽ, അമ്മയാണ്. ഇത് എന്താണ് ഇതിനകത്ത്? പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്ന് കൊടുത്തതാണേ രജീഷിന്റെ കയ്യിൽ. ഇത് എന്റെ ഫ്രണ്ട് രജീഷ് കൊടുത്തയച്ചത്. ഡിനിജ് ഹാപ്പി ആയോ? പിന്നെ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. കാരണം നമ്മള് മാക്സിമം അന്നത്തെ സങ്കടങ്ങളൊക്കെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാന്ന് നമ്മളും ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുനിലിന്റെ ഭാഗം ഇങ്ങനെ ഒരു സർപ്രൈസ് നേരത്തെ നാട്ടിലെത്തിയത്. ഇതിനകത്ത് എന്താ റിവീൽ ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ആണോ? ഓപ്പൺ ചെയ്യൂ. ഓപ്പൺ. ഡിനിജ തുറന്നു നോക്കാം. അമ്മ ഇവിടെ നിൽക്കൂ. അമ്മ അതേ മോനെ ഇത്രയും വലിയ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ സുനില്? സന്തോഷായി അമ്മേനെ കൂടി കണ്ടപ്പോ. മോളും കൂടി ഉണ്ടെങ്കിൽ സന്തോഷവും. മോള് പക്ഷെ ഉറങ്ങിപ്പോയതാ. ഉറങ്ങി. ഇതൊരു പാർട്ടി കിറ്റ് ആണ് അല്ലേ? യെസ്, ഒരു പാർട്ടി കിറ്റ് ആണ്. ആരുടെയാണ് ബർത്ത്ഡേ? ഇപ്പൊ ആരുടെ
ബർത്ത്ഡേ ഇല്ലല്ലോ. ബർത്ത്ഡേ ആയിട്ടില്ല, ജസ്റ്റ് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ട്രീറ്റ്. സന്തോഷം. എല്ലാവർക്കും ഒരു അതെ അതെ, എല്ലാവർക്കും ഉള്ളൊരു ട്രീറ്റ്. Wow. This is so amazing. This is so amazing, Sunil. Yes, ma'am. Great job, yeah, great job. Thank you, thank you, ma'am. അപ്പൊ സന്തോഷം പോണതിന് മുമ്പ് കട്ട് ചെയ്യല്ലേ? Of course. മാം പ്ലീസ്. അയ്യോ. ഒഴിമുടുത്തിട്ട് വന്ന അച്ഛൻ്റെ അടുത്ത്. മറുനാടൻ മണ്ണിലൊരച്ഛൻ, ഈ മലയാള മണ്ണിലൊരമ്മ, ചുംബനമായി സ്നേഹമന്ത്രമായി നിറയുന്നു സ്നേഹമാമച്ഛൻ, സ്നേഹമാമമ്മ. മറുനാടൻ മണ്ണിലൊരച്ഛൻ, ഈ മലയാള മണ്ണിലൊരമ്മ. Yeah, I'm very emotional. ഭയങ്കര കരയിപ്പിച്ചല്ലോ നീ, നിന്റെ അച്ഛ, നിന്റെ അമ്മ, നിന്റെ അമ്മൂമ്മ, എല്ലാരും നമ്മളെ കരയിപ്പിച്ചല്ലോ. ഒരു ഉമ്മ തരുമോ? അത് സുനിലിന് വേണ്ടി. This was too emotional. Yeah? സുനിൽ, യു ടച്ച് എവ്രി വൺ ആർട്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാം നന്നായി വരട്ടെ. Thank you so much, എന്റെ ma'am. പ്രാർത്ഥനയുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം. അപ്പൊ സുനിൽ എന്തായാലും അന്ന് സ്കൈപ്പിൽ വരാത്തതിന്റെ ഒരു കുറവ് ഗംഭീരമായിട്ട് നികത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഈ കോള് വൈൻഡപ്പ് ചെയ്യാൻ പോകണം, അതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരോടും ഒരു വലിയൊരു താങ്ക്സ്. സോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, പല സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർ, ഇതുപോലെയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയാതെ പോകുന്ന ആളുകള്, അല്ലെ, ഒരുപാട് പ്രിയപ്പെട്ട മൊമെന്റ്സ് മിസ് ചെയ്യുന്ന ആളുകള്. ശരിക്കും നമുക്കിപ്പോ അവിടെ നിൽക്കുമ്പോൾ ഈ പലപ്പോഴും പലരും തമാശയായിട്ട് പറയും, ഓ പ്രവാസിയുടെ സങ്കടം, പ്രവാസിയുടെ കുബൂസ് അല്ലെങ്കിൽ പ്രവാസിയുടെ ഇങ്ങനെ കുറെ സാധനങ്ങൾ, അത് കുറെ കേട്ട് കേട്ട് നാട്ടിലുള്ളവർക്ക് അത് ക്ലീശ ആയിട്ടുണ്ടാവും. പക്ഷെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു ക്ലീശ അല്ല, അവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് പ്രവാസികളുടെ ഭാര്യമാര് നാട്ടിലുള്ളവരും. ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും കൂടി, ഒരു സിംഗിൾ പാരന്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടുപേരും കൂടെ ചെയ്യേണ്ട കാര്യം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് അങ്ങനെ ബോൾഡായിട്ട് ചെയ്യുന്ന പ്രവാസികളുടെ അല്ലെങ്കിൽ എല്ലാ സിംഗിൾ പേരൻസിനും ഒരു ബിഗ് സല്യൂട്ട് കൂടി നമ്മുടെ മലയാളി വീട്ടമ്മയുടെ ഭാഗത്ത്. സോ ഈ ഒരു കപ്പിൾ റൗണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ ഡിനിജയ്ക്ക് സുനിൽ നേടിക്കൊടുത്ത മാർക്സ് എത്രയാണെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഓൺലി സുനിൽ, അവരുടെ രണ്ടുപേരിൽ തമ്മിലുള്ള എന്തോന്നോ, ഐ മീൻ ഐ കാൻറ്റ് ഈവൻ പുട്ട് എ വേർഡ് ടു ഇറ്റ് ബിക്കോസ് ഇറ്റ് ടച്ച്ഡ് എവ്രി സിംഗിൾ പേഴ്സൺ. ഇനി കാണാൻ പോകുന്ന മില്യൻസിനെ കരയിപ്പിക്കാൻ പോവാ നിങ്ങൾ രണ്ടുപേരും. എന്നെ കരയിപ്പിച്ചു എന്തായാലും. ദിനീജ, Yes, ma'am. this is exactly what we are looking for. Yeah?
Exactly what we're looking for. You get 83 on 100. So, ദിനിജ ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ ഹയസ്റ്റ് സ്കോർ ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇതിനിടയ്ക്ക് മറ്റൊരു അത്ഭുതം നടന്നിട്ടുണ്ടായിരുന്നു. ഇവരാ എന്താണ് സ്കൈപ്പില് അച്ഛനെ മോള് കാണാൻ പോയ സമയത്ത് കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഇമ്മീഡിയറ്റ്ലി ഒരു കവിത പറഞ്ഞു. No, I think that was the icing on the cake. കേക്കിന്റെ മുകളിൽ ഐസിംഗ്, പിന്നെ ആ ചെറി ഐസിംഗിന്റെ മുകളിൽ വയ്ക്കത്തില്ലേ, ആ പാട്ടായിരുന്നു. അത് അപ്പൊ ഉണ്ടാക്കിയതാണ്. Oh no, it was fabulous. It was fabulous. നിമിഷ കവിതയായിരുന്നു അല്ലേ? So Dinisha and Sonal, wish you all the best. താങ്ക് യു. So okay Sonal, ബൈ ബൈ bye for now. Bye. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Mom and Kids പെർഫോമൻസ് റൗണ്ടിൽ അടുത്ത ഒരു തകർപ്പൻ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു കൃഷ്ണ. ചേച്ചി മോനെന്തേ? അവനോ? അവന്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാ. ഒരു ബോഡി ഗാർഡായിട്ട് ഡ്രസ് ചെയ്താൽ ഞാൻ അവനെ വിട്ടിരിക്കുന്നത്. ഫസ്റ്റ് അടിച്ചാ മതിയായിരുന്നു. मुझ पर एक एहसान करना कि मुझ पर कोई एहसान न करना. Feel the heat, feel the kick, feel the power, feel the punch. Feel the heat, feel the kick, feel the power, feel the punch. Bodyguard. ഇതെന്തൊരു മഴയാ! കൊടയെടുക്കാൻ മറന്നുപോയി. അമ്മ, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. ഈ പ്രസ് എന്റെ അല്ല അമ്മ, ഇത് ആ ഉമേഷ് പീപ്പേടിയാ. എന്തിനാ മോനെ മറ്റുള്ളവരുടെ സാധനം എടുത്തത്? പോട്ടെ, എന്തായാലും നാളെ തന്നെ അവന് തിരിച്ചു കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഒരു സോറി എന്തായാലും പറയണം. बदतमीजी एक बीमारी है, ऐसी बीमारी जो धीरे धीरे वक्त के साथ बुढ़ापे में बदल जाती है. मैं कहता हूं जब तक बुढ़ापा नहीं आता थोड़ी बदतमीजी ही कर लेते. पुदीना देगा नाचा नगीना देगा चिकनी चमेली देखी चिकना कमीना देखा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा. मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेकर आलू भात मूरी
ट्वीट किया तो साला मैंने तेरे मुंह पे मारा मुक्का भूत कोई चढ़ा है खैर ना जाने ना अब तो क्या बुरा क्या भला है फर्क पहचानना जिद पकड़ के खड़ा है कम वक्त छोड़ना जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल മോനെ ഇത് ഉമേഷിന്റെ ആണോ? ഇല്ല അമ്മ, ഇത് എനിക്ക് കിട്ടിയതാ. ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ്. माने ना അപ്പൊ എന്താണ് ജഡ്ജസിന് പറയാനുള്ളത് അമ്മയുടെയും മോന്റെയും പെർഫോമൻസ് കണ്ടിട്ട്? വണ്ടർഫുൾ, ഓസം. പക്ഷെ മോന് കുറച്ച് ടയർഡായോ എന്നൊരു സംശയമുണ്ട് അല്ലേ? ഒരു ഉറക്കക്ഷീണുണ്ടോ? ഉണ്ട്. അതാണ്. പക്ഷെ അമ്മ നല്ല സ്മാർട്ടായിരുന്നു. അടിപൊളി സോങ്സ്. വെരി വെൽ. താങ്ക് യു. വെരി ബ്യൂട്ടിഫുൾ. First of all, Manu was in his own world. Like you are taking him to one side and taking him to the other side, but he was doing his own number. Yeah, there was no coordination over there. ഇല്ല മോനെ ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് കുഴപ്പമില്ലായിരുന്നു മോന്. പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് ഉറക്കത്തിൻ്റെയും ഫുഡിൻ്റെ ഒക്കെ ഒരു ഇത് വന്നതാണ്. ആ ഒരു കുഴപ്പം മാത്രം. ഈ ഷൂസ് എന്താ സ്ലിപ്പ് ചെയ്യുന്നോ? സ്ലിപ്പ് ചെയ്യുന്നുണ്ട് ആണ്. പക്ഷെ കൃഷ്ണയ്ക്ക് അറിയാവോ, യു ബിൻ ഹിയർ കുറേ നാളായിട്ട് ഈ ഫ്ലോറിൽ തന്നെ നടക്കുമല്ലേ കൃഷ്ണ. യു ഷുഡ് ഹാവ് നോൺ. ആൻഡ് ഇത് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കുള്ള ഷൂസ് ഇട്ടില്ലെങ്കിൽ ആ ഗ്രിപ്പ് കിട്ടത്തില്ല, ഇത്രയും കടന്ന് ചാടുന്ന. ആൻഡ് ദാറ്റ് ഫോർ ദാറ്റ് ഫുൾ എനർജി ടു കം ത്രൂ, അത് ഐ നോ ദാറ്റ് കൃഷ്ണ പകുതി സമയവും അതായിരുന്നു തെന്നി അടിച്ച് വീഴാതെ ഇരിക്കാൻ നോക്കിയത്. ഭയങ്കര കോൺഷ്യസ് ആയിപ്പോയി. നെക്സ്റ്റ് ടൈം ജസ്റ്റ് പേ എ ലിറ്റിൽ ബിറ്റ് മോർ attention to detail from A to Z. എന്തൊക്കെ ഈ ഒരു ടാസ്കിന് എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അത് ഓരോന്നും നോക്കി 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 യു ഹാവ് ടു. ഓൺലി ദെൻ ക്യാൻ യു ഗിവ് യുവർ 100%. ഓക്കെ മാം. കൃഷ്ണയുടെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ് എൻഡ് ചെയ്യുമ്പോഴും മോന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞൊരു ഗെയിം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് ബെഡ്റൂം ഇപ്പൊ തന്നെ തയ്യാറാവും. അപ്പോൾ അതിനുള്ളിൽ അവിടെ നിന്നിട്ട് മോൻ സ്കൂളിൽ പോകാൻ റെഡി ആവണം. സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടണം, ബാഗ് തയ്യാറാക്കണം, ബാഗ് ഇടണം ആൻഡ് ഷൂസ് ഇടണം. Good boy. ബട്ടൺസ് ഇട്ടോണ്ടിരിക്കുക. Turn him around a little bit. അവര് പറയണു ഇനി ബട്ടൺസ് ഇടണം, അവർക്കൊന്ന് കാണണം. ഓക്കെ ഓക്കെ മതി. ഇനി എന്താ ഇടണ്ടേ? കേട്ടോ ആ പെട്ടെന്ന് പെട്ടെന്ന് വേണം. എടുക്ക. പാകല്ല കുറച്ചൊരു ജീൻസും കൂടെ അകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആവണില്ല. കുഴപ്പമില്ല, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അടിയിൽ ജീൻസ് ഇട്ടിട്ടുണ്ടല്ലോ. അറിയാണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു ടെൻഡൻസി തോന്നും. കുഴപ്പമില്ല, അത് കയറണില്ലേ, സാരില്ല, നമുക്ക് അടുത്ത ചൂടാം. ആകെ പ്രശ്നമായി. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം ഞങ്ങള്. ചാടിപ്പോയില്ല.
ബസ് വന്നു. അപ്പൊ എന്ത് ചെയ്യും? ബാഗ് എടുത്തിട്ട് പോവാ. അവൻ ആകെ ടെൻഷൻ ആയി. ഇനിയിപ്പോ ശരിക്കും ഇനി ബസ് വന്നോ, ഇനി സ്കൂളിൽ പോണോ? വരൂ 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 വരൂ, കൃഷ്ണ വരൂ. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. കൃഷ്ണ, ഇതൊക്കെ ഇവൻ എപ്പോഴെങ്കിലും തന്നെ ചെയ്യാറുണ്ടോ? അല്ല, സ്കൂളിൽ റെഡി ആവുന്നതൊക്കെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹുക്ക് മറ്റേ കൊളുത്താണ്, പിന്നെ ഷൂ ഒട്ടിക്കുന്ന ഷൂ ആണ്. അപ്പൊ അല്ലാതെ തന്നെ പുസ്തകം വെക്കുന്നതും യൂണിഫോം ഇടുന്നതും ഒക്കെ ആശം തന്നെ ചെയ്യും. പിന്നെ കുറച്ച് സമയം വേണം, അവരുടേതായ ഒരു സമയം കൊടുക്കാൻ നേരത്തെ അവർ തന്നെ ചെയ്യും. സമയം എങ്ങനെ, ഒരു ഫുൾ ഡേ വേണ്ടി വരുമോ? ഇല്ല, എന്നാലും തന്നെയാണ് ചെയ്യുന്നത്. ഡ്രസ് ഇടുന്നതെല്ലാം തന്നെ ചെയ്യും. കുറച്ച് മിമിക്രി ചെയ്യാനായിട്ടോ വന്നേക്കുന്നത്. ആണോ? മിമിക്രി ചെയ്യാൻ വന്ന ആളാണോ? എന്നിട്ടാണോ ഇങ്ങനെ ഓടി പോകുന്നേ? മിമിക്രി ചെയ്യാൻ മിമിക്രി ചെയ്യാനാണ് വന്നത്. ഓക്കെ ഓക്കെ, എന്താ ചെയ്തേ നോക്കട്ടെ. ഞങ്ങളുടെ വീടിന്റെ അടുത്തേ ഒരു അമ്മ ബബോ, ഒരു കുഞ്ഞി ബബോ ഉണ്ട്. അപ്പൊ ആദ്യം അമ്മ ബബോ എങ്ങനെ കരയണേ നോക്കാം നമുക്ക്. ഇനി നമ്മുടെ കുഞ്ഞി ബബോ എങ്ങനെ കരയണേ നോക്കാം. പിന്നെ നമ്മുടെ മുത്തശ്ശി എന്നാ പറയണേ? മുത്തശ്ശി ആണോ ജനീനെ കണ്ടെന്ന് പറയണം. കൊള്ളാം കൊള്ളാം, എല്ലാം ചെയ്യും. പക്ഷെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് തന്നെ ചെയ്യും അല്ലേ? അമ്മ ഇല്ലാതെ ചെയ്യൂലേ അവൻ ഒരിക്കലും. എപ്പോഴും കൂടെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു തിങ് ഇസ് കൃഷ്ണ, കുഞ്ഞുങ്ങളാവുമ്പോഴല്ലേ അവർക്ക് ആ പഠിക്കാനുള്ള സമയമാണ്. ഇറ്റ്സ് യുവർ ടൈം ടു എഡ്യൂക്കേറ്റ് ദം, ടു മേക്ക് ദം ഇൻഡിപെൻഡന്റ്. ജസ്റ്റ് ലെറ്റ് ഹിം ഗോ, ജസ്റ്റ് ലെറ്റ് ഹിം ബി. ബിക്കോസ് ദാറ്റ് അമ്മുമ്മയെ പോലെ സംസാരിച്ചതൊക്കെ ഭയങ്കര ഉഗ്രനായിരുന്നേ മനു. So he's got lot of hidden talents, but he's a little amma otti. But that is not his problem, it's your problem. Yeah, that's your problem. It's your problem. You need to make him independent. നിങ്ങൾ വിട്ടുകൊടുത്താലേ കൊച്ചി കുറച്ചുകൂടെ grown up ആവും അല്ലേ? എന്തായാലും because of his അമ്മുമ്മ ശബ്ദം കൃഷ്ണയുടെയും മനുവിന്റെയും ഈ ഒരു പെർഫോമൻസ് റൗണ്ടിൽ അവർക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് ജഡ്ജസിനോട് ചോദിക്കാം. കൃഷ്ണയ്ക്ക് മാർക്ക് ഇടാൻ പറ്റുമെങ്കിൽ കൃഷ്ണ എത്ര തരും? തന്നെ ഐ മീൻ യു ഹാവ് സീൻ ബാക്കി എല്ലാവരും കഴിഞ്ഞല്ലോ. വാട്ട് വിൽ യു മാർക്ക് യുവർ സെൽഫ്? ഒന്ന് പറഞ്ഞേ പ്ലീസ്. ഇഫ് ഐ എം മേക്കിംഗ് യു ദ ജഡ്ജ്, ഹൗ മച്ച് മാർക്സ് വിൽ യു ഗിവ് യുവർ സെൽഫ് ഓൺ 100? കൺഫ്യൂസ്ഡ്. അപ്പൊ എല്ലാവർക്കും അറിയാം അയാൾക്ക് എത്ര കിട്ടി, എനിക്ക് എത്ര കിട്ടി, അവർക്ക് എത്ര കിട്ടി, എല്ലാവർക്കും അറിയാമല്ലോ. ഐ നോ എവറിബഡി നോസ്. How much do you think you deserve? Maybe 80. Really? My God. No, really? I don't know. Yeah, I think you get 78 on 100. Yeah, that's what I think you should get, and what she thinks you should. So, ഈ ഒരു പെർഫോമൻസ് റൗണ്ട് കഴിയുമ്പോൾ കൃഷ്ണയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 78 ആണ് on 100. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്കത് ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ശകുന്തള ഹെർബൽ ഹെയർ ടോണിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായ ഒട്ടേറെ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം